ഇറാനിലെ റെജിം ചേഞ്ചിന് വേണ്ടി പദ്ധതിയിട്ടിരുന്ന ഇസ്രയേലിന്റെ മൊസാദ് അമ്പെ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ മൊസാദിൽ വലിയ രൂപത്തിലുള്ള അഴിച്ചുപണികൾ നടക്കുന്നു. പലരെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇറാന്റെ ഭരണമാറ്റം അത് മൊസാദ് കാലങ്ങളായി വലിയ പണം ചെലവഴിച്ചു ഉണ്ടാക്കിയ പദ്ധതിയാണ്. ഈ പദ്ധതി അമ്പെ പരാജയപ്പെട്ടു. ഇനി ഇറാനിൽ ഒരു റെജിം ചേഞ്ചിന് ഇസ്രയേലിന് സാധ്യമാകാത്ത വിധം ഭദ്രമായിരിക്കുന്നു ഇറാനുള്ളിൽ. അവിടെയുള്ള മൊസാദ് ചാരന്മാരുടെ ശൃംഖലകൾ, അവരുടെ കണ്ണികൾ എല്ലാം ഇറാൻ തുടച്ചു നീക്കിയതോടുകൂടെ ഇസ്രയേലിന്റെ ആ ഒരു സ്വപ്നം അവസാനിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മൊസാദിന്റെ ചീഫ് റോമൻ ഗോഫ്മാൻ എന്നറിയപ്പെടുന്ന ലീഡർ ഇപ്പോൾ പല ആളുകളെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട സീനിയർ ഒഫീഷ്യൽസിനെ തന്നെ നീക്കിയിരിക്കുന്നു. അതിൽ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലിജൻസ് ഏജൻസിയുടെ ഹെഡിന് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഡിവിഷനിലുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെയെല്ലാം ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഇറാന്റെ റെജീം ചേഞ്ച് പോസിബിൾ അല്ല എന്നത് ഇപ്പോൾ ഇസ്രയേലിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അത്തരം ഒരു നീക്കം നടത്താൻ, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഇസ്രയേലിന്റെ മൊസാദ് അതിനു വേണ്ടി ഇടിച്ചു കളഞ്ഞത്. നമുക്കറിയാം, ധാരാളം സംവിധാനങ്ങൾ, ആയുധങ്ങൾ ഇതെല്ലാം ഇറാനിനുള്ളിൽ മറഞ്ഞും ഒളിഞ്ഞും എത്തിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ വർഷങ്ങളായി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ആ നീക്കങ്ങൾക്ക് ഇനി ഇറാനിൽ സാധ്യമല്ലാത്ത വിധം ഇസ്രായേലിന്റെ എല്ലാ പദ്ധതികളെയും ചെങ്ങലക്കെട്ടുകളെയും ഇറാൻ പൊളിച്ചു മാറ്റിയതോടുകൂടെ ഇസ്രയേലിന്റെ ആ പദ്ധതി അസ്തമിക്കുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ ഉള്ളിൽ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. മൊസാദിൽ അഴിച്ചുപണി നടക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇറാൻ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇറാൻ അമേരിക്കയുടെ കഴുത്തിൽ പിടിക്കും വിധം ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം കൈപ്പിടികളിൽ ഒതുക്കിയതോടുകൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങിപ്പോയിരിക്കുന്നു. ആശങ്കാകുലനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ലോകത്തിന് കാണാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ അവശനായിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. മാത്രമല്ല, ഭീഷണികൾക്ക് പോലും ഇപ്പോൾ യാതൊരുവിധ സ്ഥാനവും ലോകത്തിന് മുന്നിൽ തന്നെ ഇല്ലാതാകും വിധം ഏറ്റവും സ്ഥാനമില്ലാത്ത, ഏറ്റവും നിലവാരം കുറഞ്ഞ ലോകത്തിലെ ഒരു പ്രസിഡന്റായി അമേരിക്കൻ പ്രസിഡന്റ് മാറി എന്നത് ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു മാറ്റം തന്നെയാണ്.